ഗൈസ്, വെൽക്കം ക്രിപ്റ്റോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ വീഡിയോ സജീവമാക്കുകയാണ് കേട്ടോ. കാരണം നമുക്കൊന്ന് ഈവനിങ് വീഡിയോ ഡെയിലി ഇടാമെന്ന് പറയുന്നു, ലാസ്റ്റ് വീഡിയോ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒന്ന് എല്ലാവരും മോർണിംഗ് എണീക്കണം എന്ന് തോന്നുന്നുണ്ട്, വേറെ ഒരു ഫീലാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇന്നൊരു ചാർട്ട് വൈസ് എന്താണ് ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇന്നലെ നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്നത് PI കോയിൻ തന്നെയാണല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് ഇന്നലെ കുറേ മെസ്സേജ് വരുന്നുണ്ട്. എനിക്കൊന്ന് കുറേ KYC റെഡിയാക്കിയിട്ടില്ല, കുറേ പണ്ടെപ്പോൾ ചെയ്തവരുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് എനിക്കൊന്ന് ഈ 2019 അല്ലെങ്കിൽ 20 റേഞ്ചിൽ അന്ന് കുറേ ചെയ്തിട്ട് പിന്നെ ഈ വിഷയത്തിലേക്ക് തന്നെ വരാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇന്നലെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടമായി, നമ്മൾ KYC ചെയ്തിട്ടില്ല, എന്താ ചെയ്യേണ്ടത്, ഞാനിക്കത്ര അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട കേട്ടോ. നമുക്ക് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എല്ലാം നമുക്ക് റെഡി ആവണമെന്നില്ല. നമ്മൾ അന്ന് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്ന് കരുതി നമ്മളിനി ഈ മാർക്കറ്റിൽ നിന്ന് വിട്ടു പോകണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് മിസ്സായത് ഇനി ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് അന്ന് നമ്മളിപ്പോൾ ഈ KYC എന്ന് പറയുന്ന സാധനം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. ഇനി ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ബുൾ മാർക്കറ്റ്, ഇപ്പോൾ PI ഹൈപ്പൊക്കെ വരുമ്പോൾ ഒരു ബുൾ മാർക്കറ്റ് സൈക്കിളിൽ എന്ത് ചെയ്യപ്പെടാം, ഇനിയും നിരന്തരം കോയിനുകൾ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കും. കാരണം എനിക്ക് അത്രയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്, KYC ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു വലിയ എമൗണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അത്തരം ചിന്തകൾ വേണ്ട. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സെല് ചെയ്തതിൻ്റെ വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം. ഇനിയിപ്പോൾ OKXലേക്ക് ലിസ്റ്റ് ചെയ്തു, അതിന് ശേഷം ഡീൽ ചെയ്യണോ, അല്ല ഇപ്പം തന്നെ സെൽ ഓഫ് ചെയ്യണോ, എത്രയാണ് എയിം ചെയ്യുന്നത്, പല റേറ്റുകൾ കാണിക്കും. എനിക്കും അതിനെക്കുറിച്ചിട്ട് ഉദാഹരണത്തിന് വലിയ ധാരണയില്ല. അതായത് ഇത് എത്രത്തോളം കയറും, ഇതിൻ്റെ ഹൈപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഹൈപ്പ് ഉണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബിനാൻസ് ഇന്നലെ ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറേ മെസ്സേജുകൾ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 15 കോയിൻ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്ത ലാസ്റ്റ് 15 കോയിനും 80% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഴയ പോലെ ലിസ്റ്റിങ് വലിയ ഹൈപ്പല്ല, സെൽ ഓഫിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഇപ്പോൾ ഈ ലിസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം. നമ്മൾ ഈ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ വോളറ്റിലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കുറയുന്നത് കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എമൗണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് $2 ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പെട്ടെന്നുള്ള എല്ലാ സെൽ ഓഫും കാരണം ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടും, ഒരു ഡൗണ് കാണപ്പെടാം. പക്ഷേ അത് സാധാരണഗതിയിൽ റീഗെയിൻ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് $2 അത് ചിലപ്പോൾ ഒരു 1.5 1.2 ആവും. അപ്പോൾ നമ്മൾ അയ്യോ സെൽ ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു, ഒരു 2.5 ഒരു 2 കയറുന്നതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, പൊതുവേ വീണ്ടും ഈ 1.5 1.4 സെല്ല് ചെയ്ത ന്യൂബീസിനെ കുറച്ചും കൂടി ഹൈ റേറ്റിൽ ബൈ ചെയ്യിപ്പിച്ച് ഹോൾഡ് ചെയ്യിപ്പിക്കാൻ വെയിൽസ് കളിക്കും. അപ്പോൾ ഈ വോളറ്റിലിറ്റി പീരീഡ് നമ്മൾ അധികം ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം കളികൾ കളിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ. ഞാൻ ശ്രദ്ധിച്ചത് PIയിൽ പലരും പുതിയ ആൾക്കാർ, കുറേ ആൾക്കാരുണ്ട് മാർക്കറ്റിൽ, പുതുതായി വന്നവരുണ്ട്, മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരുണ്ട്. പക്ഷേ PI കോയിൻ ഉണ്ട്, അതിനുവേണ്ടി OKX അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ചേഞ്ചുകൾ റെഡിയാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ ഈ വോളറ്റിലിറ്റിയിൽ ചിലപ്പോൾ പെട്ടുപോകരുത്. അതായത് കുറയുന്ന കാണുമ്പോൾ സെൽ ഓഫ് ചെയ്യുക, കൂടുന്ന കാണുമ്പോൾ ഇത് കുറേ കയറും എന്നുള്ള രീതിയിലേക്ക് വരും. കഴിഞ്ഞ കുറേ എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് ന്യൂബീസ്, പുതിയ ആൾക്കാരോടാണ് ഇത്. ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരു ഐഡിയ ഉള്ളവർക്കും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഇതെന്താ ചെയ്യേണ്ടത്, നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണോ, എങ്ങനെയാണ് ലോക്ക് ചെയ്തെന്നുള്ളൊരു സംഭവം. ലോക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ടെൻഷൻ, ഇനി അത് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കണ്ട. ഓർത്തുകൊണ്ട് നിന്ന വിഷമം കൂടും എന്ന് പറയുന്ന പോലെ അതിലധികം കാര്യമില്ല. നമ്മൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ ലോക്ക് ചെയ്തു, വേറെ ഒരു ഓപ്ഷനൊന്നുമില്ല. ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഞാൻ മുമ്പേ പറയുന്ന പോലെ, നമ്മൾ ഈ പറയുന്ന ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുച്ഛമായ ചില കോയിൻസ്, അല്ലെങ്കിൽ നമ്മൾ സെൽ ഓഫ് ചെയ്യുമോ എന്നുള്ളൊരു പേടി, നമ്മളെ സെൽഫ് കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. പക്ഷേ അങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ചെറിയ റേറ്റിന് സെല്ല് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ 20-നും 10-നും സെല്ല് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് തോട്ടുകൾ കയറ്റാം. പിന്നെ ഇപ്പം ഞാൻ സെൽ ഓഫ് ചെയ്യണോ, അല്ല ലിസ്റ്റിങ്ങിന് വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ,
എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു റേറ്റ് ഹൈക്ക് ഉണ്ട്. ഈ പറയുന്ന ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹൈക്ക് ഉണ്ട് ഇപ്പോൾ, ഒരു റേറ്റ് ഹൈക്ക്. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വലിയ റേറ്റ് ആകും എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 20 30 മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുക, ലോങ് ടേം ആയിട്ട് ചിന്തിക്കേണ്ടത്. എന്ത് ലോങ് ടേം ആണെങ്കിലും അൾട്ടിമേറ്റ് ക്രിപ്റ്റോ എന്ത് ചെയ്യപ്പെടും, ഈ പറയുന്ന വോളറ്റിലിറ്റിയിൽ അകപ്പെട്ട് ഡൗൺ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ തന്നെ പല ഇപ്പോൾ XRP ആയാലും ഏത് കോയിൻ ആയാലും നമ്മൾ തന്നെ കാണുന്നത്. ഇപ്പോൾ സോള് ഒരു 300ൻ്റെ അടുത്തെത്തി, അതിൻ്റെ അടുത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ അത് 170ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അൾട്ടിമേറ്റ് ഒരു കുറയൽ സംഭവിക്കും മാർക്കറ്റിൽ. അതൊരു നമുക്ക് തടയാൻ പറ്റാത്ത രീതിയാണ്. ഏത് കോയിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും പിന്നെ റിഗ്രറ്റ് ഉണ്ടാവാത്ത രീതിയിൽ, എന്നാൽ നിങ്ങൾക്കുള്ളിലൊരു പ്രതീക്ഷയുണ്ട്, ഇതില്ല ഇത് ഇന്ന ലെവലിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫുൾ സെൽ ഓഫ് അല്ലാണ്ട് ഒരു പാർട്ട് വെച്ച് ബാക്കി നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ ഹൈക്ക് വെച്ചിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഹെവി ഹൈക്കിൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു എബോവ് $2 അടുത്ത്, അല്ലെങ്കിൽ ഒരു 1.150 160 അടുത്ത് ആൾക്കാർ വാങ്ങുന്ന ഒരു റേഞ്ചിലേക്ക് പറയപ്പെടുന്നുണ്ട്. ചില ആൾക്കാർ 200 കമൻറ്റ് ഇടുന്നവരുണ്ട്. അതും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ 200 250 എന്നൊക്കെ പറയും, എന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ PI ഇന്ന വാലറ്റിലേക്ക് അയക്കുമെന്ന് പറയും. എന്നിട്ട് അവർ മുങ്ങും, അല്ലെങ്കിൽ അവരൊരു നേരെ പകുതി പൈസ അയക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വാലറ്റ് ഡീലാണ്, ഒന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന 300 അല്ലെങ്കിൽ 400 എന്നൊക്കെ പറഞ്ഞ് വരുന്ന പല നോർത്ത് ഇന്ത്യൻ ടീംസും അല്ലെങ്കിൽ ഏത് നമുക്കറിയാത്ത ടീംസിലേക്ക് നമ്മൾ പൈക്കോയിൻ അയച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലത് ഒന്നും തരില്ല. ചില ആൾക്കാർ അതിൻ്റെ പകുതി ചിലപ്പോൾ ₹10 അല്ലെങ്കിൽ ₹20 അല്ലെങ്കിൽ ₹50 വെച്ചിട്ട് തരുന്നവരുണ്ട്. പിന്നെ വേറെ റിപ്ലൈയും പരിപാടിയൊന്നുമില്ല. ചില ആൾക്കാർ തരുകയേ ചെയ്യില്ല, കാരണം പൈസ അയച്ചിട്ട് അത്രയും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം, അത്രയും ഫ്രോഡ് പരിപാടിയുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവായി മെസ്സേജ് അയച്ച് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. ഇതൊക്കെ ഈ ഒരു ബുൾ മാർക്കറ്റ് ഫേസിൽ ഉണ്ടാവുന്ന ഇനിയും അവസരങ്ങളുണ്ടാവും. ഹെവി ഫോമോ പീരീഡ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പല കോയിനും ലിസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ, പല മീം കോയിനും ഹെവി ആകുന്ന രീതിയിൽ ഇന്നലെയൊക്കെ ഒരു എത്തും ഒന്ന് സ്ട്രോങ് ആയി കാണുന്നുണ്ട്, ഒരു കോൺഫിഡൻറ്റ് നൽകുന്നുണ്ട്. അൾട്ടിമേറ്റ് എത്തും ഈ പറയുന്ന ഒരു BTC ഒരു സ്ട്രോങ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ആൾട്ട് സീസണിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു BTC ഡോമിനൻസ് ഒരു 71 റേഞ്ചിലാകുമ്പോൾ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതിൽ നമുക്ക് കിട്ടും നമ്മൾ ആൾട്ട്, അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. ഈ പറയുന്ന നമ്മളെടുക്കുന്ന ഈ പറയുന്ന പൈക്കോയിനും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾ എന്ത് ചെയ്യുക, 1% നമ്മുടെ സാധാരണ യൂസിന് നമുക്ക് എന്തെങ്കിലും വാങ്ങാനോ മറ്റോ ഉപയോഗിക്കാം. 1% നിങ്ങളിപ്പം പല കോയിൻസും വളരെ ലോയിലുണ്ട്, അതനുസരിച്ച് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ വെൽത്ത് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഒരു ലെഗപ്പ് ഉണ്ടാകുമ്പോൾ പുതിയൊരു പ്രോഫിറ്റുകളും കിട്ടും. ഓക്കെ, ബൈ.